ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കലൂർ കൊച്ചി മെട്രോയിൽ കയറിയിരിക്കുകയാണ്. കലൂറിൽ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ എനിക്കുള്ള ട്രെയിൻ വന്നു. ആ ട്രെയിനിൽ ഞാൻ കയറി. ഇപ്പോൾ കലൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ചെന്ന് എത്തുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മെട്രോ സ്റ്റോപ്പിലാണ്. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഞാൻ മെട്രോയിൽ കയറുന്നത്, അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോ ചിത്രീകരിക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്തത് ഏതാണ്ട് ദുബായിൽ നമ്മൾ ഉള്ള മെട്രോയുടെ അത്രയും പോരെങ്കിലും പിന്നെ കുഴപ്പമില്ല, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു സമ്മാനിച്ചത്. പിന്നെ തിരക്കുകൾ ഇപ്പോൾ ഏതാണ്ട് സമയം ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് ഏതാണ്ട് ഒരു 12 മണിയായി. പക്ഷേ തിരക്കുണ്ടായിരുന്നു ട്രെയിനിന്. അങ്ങനെ യാത്രയെ മധ്യേ നമ്മുടെ വേറൊരു സുഹൃത്തിനെ കണ്ടു. സുഹൃത്തുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ പിന്നെ ചെന്നൈ മെട്രോയിൽ കയറിയിട്ടുണ്ട്, ഡൽഹി മെട്രോയിൽ കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൊച്ചി മെട്രോയാണ് സ്വല്പം കൂടെ കംഫർട്ടായിട്ട് തോന്നിയത്. അതായത് ഒരു ആക്ച്വലി എന്തോ നമ്മുടെ നാടായതുകൊണ്ടായിരിക്കാം, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചി മെട്രോയിൽ കയറുന്നത്. ഏതാണ്ട് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഏതാണ്ട് 4ാമത്തെ സ്റ്റോപ്പ് എങ്ങാണ്ടാണ്, 4-5ാമത്തെ സ്റ്റോപ്പാണ് നമ്മുടെ സൗത്ത് മെട്രോ സ്റ്റേഷൻ. ഓക്കെ, നല്ല മാന്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബഹളം, ഒരു കാമാണ് അവിടെ, ഒരു ശാന്തത എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഡൽഹി ചെന്നൈയിലൊക്കെ നമുക്കെപ്പോഴും ക്രൗഡ് ഫീലിങ്സാണ്, എപ്പോഴും സംസാരവും അതും ഇതും ഒക്കെ മറിച്ച് എപ്പോഴും നമുക്കൊരു വല്ലാത്ത ഇതാണ്. പക്ഷേ ഇത് ഓക്കെ, എല്ലാവരും വളരെ ശാന്തമായിട്ടിരിക്കുന്നു. അവരുടെ സ്ഥലമെത്തുമ്പോൾ അവരിറങ്ങുന്നു, അവിടെ നിന്ന് കയറേണ്ടവർ കയറുന്നു. അങ്ങനെയുള്ളൊരു സെറ്റപ്പ് തന്നെയായിരുന്നു നമ്മുടെ കൊച്ചി മെട്രോ. പിന്നെ നമ്മുടെ കൊച്ചി മെട്രോയിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനകത്ത് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപടി തന്നെ ഇതിൽ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തികളും അത് പാലിക്കുന്നുണ്ട്. ഈവൻ നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാം, അപ്പോൾ നമ്മൾ ഭയങ്കര നീറ്റാണ്. മറ്റുള്ള മെട്രോ അപേക്ഷിച്ച് നല്ല നീറ്റാണ് നമ്മുടെ കൊച്ചി മെട്രോ. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള സ്റ്റുഡൻസും മറ്റുള്ളവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് മെട്രോ എന്ന് പറയുന്നത്. പെട്ടെന്ന് പിന്നെ സ്കൂളിലെത്തുക, അല്ലെങ്കിൽ കോളേജിലെത്തുക, ഓഫീസിലെത്തുക, ഭയങ്കര ഒരു പിന്നെ നല്ലൊരു യാത്രയാണ് ഈ മെട്രോ എന്ന് പറയുന്നത്. ഞാൻ കലൂരിൽ നിന്ന് കയറിയത് നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേത്രാവതി ട്രെയിൻ എടുക്കണം. നേത്രാവതി ട്രെയിനകത്ത് എനിക്ക് അമ്പലപ്പുഴയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ടൈം നോക്കിയപ്പോഴത്തേക്ക് വേർ ഈസ് മൈ ട്രെയിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് 1:10 സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തുള്ളൂ. ഞാൻ ഏതാണ്ട് 11:45 ഇവിടുന്ന് കയറുന്നത്, കലൂരിൽ നിന്ന്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നല്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറം കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. എൻ്റെ സുഹൃത്ത് ഹാഷിമിനോട് ഒരുപാട് നേരം സംസാരിച്ച് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്.
കൊച്ചി മെട്രോയിൽ കയറാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓരോ ദിവസമെങ്കിലും സഞ്ചരിക്കുക പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കുക. എന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ കൊച്ചി മെട്രോ ഇവിടെ നടക്കുന്നത്, അതുപോലെ കൂടുതൽ വീഡിയോസ് എടുക്കുക, അത് ഷെയർ ചെയ്ത് നമ്മുടെ കൊച്ചി മെട്രോയെ വളർത്തുക, അത് ലോകരാജ്യങ്ങളിലേക്ക് പകർത്തി കൊച്ചി മെട്രോയെ പ്രശംസിക്കുക നിങ്ങൾ. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകൾ ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും മനസ്സിൽ ഓടിയെത്തുന്ന പേരുണ്ടാവും, മഹാരാജാസ് കോളേജ്. കാര്യമെന്ന് വെച്ചാൽ മഹാരാജാസ് കോളേജിൽ പഠിച്ചവരിൽ ഒട്ടുമിക്കവരും നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഓരോരോ വ്യക്തികളാണ്. എത്രയെത്ര രാഷ്ട്രീയ പ്രവർത്തകർ, അതുപോലെ തന്നെ എത്രയെത്രയോ സിനിമാ സംവിധായകരും സിനിമാ നടന്മാരും സിനിമാ നടിമാരും തിരക്കഥാകൃത്തുകളും. അങ്ങനെ മഹാരാജാസ് കോളേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാടുണ്ട്. ആ സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ടുള്ള യാത്രയിലാണ്. ചിലർക്ക് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് അവരെ മനസ്സിലായാലും ചിലർ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കാം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. ഞാൻ കൂടുതലും പുറത്തുള്ള കാഴ്ചകൾ എടുക്കുന്നത് അവിടെ മെട്രോയിലകത്തേക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ പുറത്തുള്ള കാഴ്ചകൾ. ഇതൊരു മറ്റുള്ളവർക്ക് ഒരു തടസ്സം ഉണ്ടാക്കരുതല്ലോ എന്ന കാര്യത്തിൽ കൂടി തന്നെ അങ്ങനെ ഞാനും സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ നടന്ന് എസ്കലേറ്ററിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത്, അതായത് കാര്യം നമ്മൾ എസ്കലേറ്ററിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നിൽക്കുന്നവർ ഒരു സൈഡ് മാത്രം നിൽക്കുക, ചിലവർ അങ്ങ് നിൽക്കുക സ്റ്റാൻഡ് 2 പേര് 3 പേരുണ്ട് 3 പേര് നിരപ്പങ്ങ് നിൽക്കുക. ചിലർക്ക് അത്യാവശ്യമായിട്ടൊന്ന് പെട്ടെന്ന് നടന്നു പോകുന്നെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിൽക്കേണ്ടവർക്ക് ഒരു സൈഡ് നിൽക്കുക, മറ്റേ സൈഡിൽ കൂടെ നമുക്ക് നടന്ന് എസ്കലേറ്ററിന് പുറത്ത് പോകാം. നമ്മൾ ദുബായിലും മറ്റുള്ള രാജ്യത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എസ്കലേറ്റർ ഒരു സൈഡിലെ ആൾക്കാർ നിൽക്കത്തുള്ളൂ, അതിൻ്റെ എസ്കലേറ്റർ ഒരു സൈഡിൽ കൂടെ ഫ്രീ ആയിരിക്കും. നിൽക്കേണ്ടവർക്ക് അങ്ങനെ നടന്നു പോകുന്നവർക്ക് എസ്കലേറ്ററിൽ കൂടെ പെട്ടെന്ന് നടന്ന് ഔട്ടടിക്കാം. അത് മാത്രം നോക്കിയാൽ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നാറുള്ളത്.
അങ്ങനെ ഞാനും എക്സിറ്റ് അടിക്കാൻ വേണ്ടി എക്സിറ്റ് കൗണ്ടറിൻ്റെ അവിടെ വന്നു. എൻ്റെ കാർഡ് കാണിച്ചു, ഞാൻ എക്സിറ്റായി. ഇനി ഞാൻ നേരെ പോകുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ ഇതാ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കാണ് എനിക്ക് മെട്രോയിൽ അനുഭവപ്പെട്ടത്. കാര്യം എനിക്കൊരു കൊച്ചിയുടെ മെയിൻ ഒരു സ്ഥലമാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ തിരക്ക് അനുഭവപ്പെട്ടത്. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ പമ്പയിലേക്ക് ഉള്ള ബസ് ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. ശബരിമല സീസൺ ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് KSRTC ബസ്സൊക്കെ സജ്ജമായി നിൽക്കുകയാണ് പമ്പയിലേക്ക് പോകാൻ. ഞാൻ നടന്ന് ചെല്ലുന്നത് ഇനി അമ്പലപ്പുഴയ്ക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ അമ്പലപ്പുഴയ്ക്കുള്ള ടിക്കറ്റ് നേത്രാവതി ട്രെയിനാണ് എനിക്ക് ഇപ്പോൾ വരാനുള്ളത്. ബാക്കിയുള്ള ട്രെയിനൊക്കെ പോയി കഴിഞ്ഞു. ഇനി നേത്രാവതി കഴിഞ്ഞാൽ പിന്നെ 3:30-4 മണിക്കോ ഒരു ലോക്കറുള്ളത്. അതുകൊണ്ട് ഞാൻ സ്പീഡിൽ നടന്നു പോവുകയാണ്. എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക, നേത്രാവതി കയറുക, അമ്പലപ്പുഴയ്ക്ക്. അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുക്കുക, ട്രെയിനിലെത്താറായി. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള അവരുടെ പ്രീപെയ്ഡ് രീതിയിൽ നിന്ന് ടിക്കറ്റ് ഓർമ്മ എടുത്തു. ഓക്കെ, താങ്ക് യു. പിന്നെ